നിത്യം മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നന്നായി തന്നെ പഠിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തില് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക. ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ സ്ക്രീനിൽ ഒരു ചോദ്യം കാണുന്നുണ്ട് അല്ലേ? എന്താണത്? ശബ്ദാർത്ഥാലങ്കാരങ്ങൾക്ക് ഒരുങ്ങി നിൽക്കാനുള്ള പൂരപ്പറമ്പായി ലീലാവതി വിശേഷിപ്പിച്ചത്. ശബ്ദാർത്ഥാലങ്കാരങ്ങൾക്ക് ഒരുങ്ങി നിൽക്കാനുള്ള പൂരപ്പറമ്പായി ലീലാവതി വിശേഷിപ്പിച്ചത് ഖണ്ഡകാവ്യത്തെ, മഹാകാവ്യത്തെ, മുക്തകത്തെ, വിലാപകാവ്യത്തെ. ഖണ്ഡകാവ്യത്തെ, മഹാകാവ്യത്തെ, മുക്തകത്തെ, വിലാപകാവ്യത്തെ. എന്തിനെ കുറിച്ചിട്ടാണ് ലീലാവതി ശബ്ദാർത്ഥാലങ്കാരങ്ങൾക്ക് ഒരുങ്ങി നിൽക്കാനുള്ള പൂരപ്പറമ്പ് എന്ന് പറഞ്ഞത്? എന്തിനെ കുറിച്ചിട്ടാണ്? മഹാകാവ്യത്തെ കുറിച്ചിട്ടാണ് ലീലാവതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മഹാകാവ്യത്തെ കുറിച്ചിട്ട് ശബ്ദാർത്ഥാലങ്കാരങ്ങൾക്ക് ഒരുങ്ങി നിൽക്കാനുള്ള പൂരപ്പറമ്പ് എന്ന് മഹാകാവ്യത്തെ പറഞ്ഞിരിക്കുന്നു. ലീലാവതിയുടെ ഈ ഒരു പരാമർശം കൊണ്ട് തീരുന്നതാണോ മഹാകാവ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങള്? അല്ല, നമുക്ക് ഒരുപാട് മഹാകാവ്യത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. പല പരീക്ഷകളിലും മഹാകാവ്യത്തെ കുറിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓരോ വ്യക്തികളും എഴുതിയിട്ടുള്ള മഹാകാവ്യങ്ങള്, അതിലെ കഥാപാത്രങ്ങള്, അതിലെ ഇതിവൃത്തങ്ങള്, അതല്ലെങ്കിൽ അതിന്റെ ആരംഭം, അല്ലെങ്കിൽ മഹാകാവ്യത്തിൽ ഉൾപ്പെട്ട വരികള്, അതുമല്ലെങ്കിൽ മഹാകാവ്യത്തിന്റെ ലക്ഷണങ്ങൾ, അങ്ങനെ മഹാകാവ്യത്തെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മഹാകാവ്യത്തെ കുറിച്ച് പഠിച്ചു തുടങ്ങാം. ഏറ്റവും നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. ഏറ്റവും വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ പഠനത്തെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് തന്നെ നമുക്ക് പഠിച്ച് മുന്നേറാം. അപ്പം മഹാകാവ്യം, മഹാകാവ്യ പേരിൽ തന്നെ ഉണ്ടല്ലേ മഹാകാവ്യം. ചെറിയ ചെറിയ കവിതകളൊന്നുമല്ല അല്ലെ, ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാവ്യമല്ല, മഹാകാവ്യാണ്. ഒരുപാട് കാര്യങ്ങൾ അതില് വന്നിരിക്കുന്നു. നമുക്ക് മഹാകാവ്യത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് നോക്കാം. എങ്ങനെയുള്ള കാവ്യങ്ങളെയാണ് മഹാകാവ്യം എന്ന് പറയുന്നത്? അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കേണ്ടത്? എന്തൊക്കെയാണ് അതിന്റെ മറ്റു പ്രത്യേകതകൾ എന്നിങ്ങനെ നമുക്ക് ഒന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. സർഗനിബന്ധമായിരിക്കണം മഹാകാവ്യം. മഹാകാവ്യ ലക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോ എങ്ങനെയാണ്? സർഗനിബന്ധമായിരിക്കണം മഹാകാവ്യം. അതായത് സർഗങ്ങളായിട്ട് രചിക്കപ്പെട്ടവയായിരിക്കണം. നമ്മളിപ്പോ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കും, അതിന് ഓരോ അധ്യായങ്ങളായിട്ട് ആ വിഷയത്തെ ക്രമീകരിക്കും അല്ലെ? അതുപോലെ തന്നെ കാവ്യ വിഷയത്തെ സർഗങ്ങളായിട്ട് ക്രമീകരിച്ചതായിരിക്കണം മഹാകാവ്യം എന്ന് പറയുന്നത്. ഇനി എത്ര സർഗങ്ങൾ വേണമെന്നുണ്ട്. തീരെ കുറഞ്ഞ 1-2 സർഗങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ അത് മഹാകാവ്യമാവില്ല. മഹാകാവ്യത്തിന് 7 കുറയാത്ത സർഗങ്ങൾ വേണം. 7 കുറയാതെ 8-ലധികം സർഗങ്ങൾ മഹാകാവ്യങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവണം. പിന്നെ അധികം എത്രയും ആവാം, പക്ഷെ 8 കുറയാൻ വേണ്ടി പാടില്ല. ചില പുസ്തകങ്ങളിൽ 7 കുറയാതെ എന്നും കാണുന്നുണ്ട്. അപ്പം ഓർക്കുക, 8 കുറയാത്ത കാവ്യങ്ങള്, 8 കുറയാത്ത സർഗങ്ങള് മഹാകാവ്യത്തിൽ ഉണ്ടായിരിക്കണം. ഇനി ഈ ഓരോ സർഗത്തിനും പേരിടണ്ടേ? ഓരോ സർഗത്തിനും പേര് നിർദ്ദേശിക്കുന്നതിനും മഹാകാവ്യത്തിന് പേര് നിർദ്ദേശിക്കുന്നതിനും ചില മാനദണ്ഡങ്ങളുണ്ട്. എന്താണെന്ന് നോക്കാം. മഹാകാവ്യത്തിന് പേര് നിർദ്ദേശിക്കുമ്പോ, മഹാകാവ്യത്തിന് അതിന്റെ പേര് നിർദ്ദേശിക്കുമ്പോ അതിന്റെ നായകനെയോ അല്ലെങ്കിൽ കവിയെയോ അല്ലെങ്കിൽ ഇതിവൃത്തത്തെയോ, ഇതിനെ 3നെയും അടിസ്ഥാനമാക്കി വേണം എന്ത് ചെയ്യാൻ? ഈ മഹാകാവ്യത്തിന് പേര് തിരഞ്ഞെടുക്കാൻ, പേര് നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? ഒന്നെങ്കിൽ കവിയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നായകനെ സംബന്ധിച്ച്, അതുമല്ലെങ്കിൽ ഇതിവൃത്തത്തിനെ അധിഷ്ഠിതമായിട്ട്, ഇതിവൃത്തത്തെ അടിസ്ഥാനമാക്കി വേണം മഹാകാവ്യത്തിന്റെ പേര് തിരഞ്ഞെടുക്കാൻ. ഇനി മഹാകാവ്യത്തിന് പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരോ സർഗത്തിനും കൃത്യമായിട്ടുള്ള പേര് നിർദ്ദേശിക്കണം അല്ലെ? അല്ലെങ്കിൽ പേര് തിരഞ്ഞെടുക്കണം. അപ്പോ സർഗങ്ങളുടെ പേര് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? സർഗങ്ങള് ഓരോ സർഗങ്ങളിലും പ്രതിപാദിക്കുന്ന വിഷയം,
ആ വിഷയത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് വേണം ആ സർഗത്തിന് പേര് നൽകാൻ. ഓരോ സർഗത്തിലും എന്തുണ്ടാവും? ഓരോ വിഷയങ്ങൾ ഉണ്ടാവും. ആ വിഷയങ്ങളെ അധിഷ്ഠിതമാക്കിയിട്ടാണ് അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സർഗത്തിന് പേര് നൽകേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സർഗനിബന്ധമായിരിക്കണം, 8 കുറയാത്ത സർഗങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോ സർഗത്തിനും പേരിടുന്നത് ആ സർഗത്തിൽ പറഞ്ഞിരിക്കുന്ന എന്ത് വിഷയമാണോ ആ വിഷയത്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം. മഹാകാവ്യത്തിന് പേരിടുന്നുണ്ട് എങ്കിൽ ആ മഹാകാവ്യത്തിന്റെ പേര് തിരഞ്ഞെടുക്കേണ്ടത് കവിയെയോ നായകനെയോ ഇതിവൃത്തത്തെയോ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഇനി അടുത്ത മഹാകാവ്യ ലക്ഷണത്തിലേക്ക് നമുക്കൊന്ന് പോവാം. നമ്മള് സിനിമകൾ കാണാറുണ്ടല്ലോ അല്ലേ? നിങ്ങൾ സിനിമ കാണാറില്ലേ? നമ്മള് ഓരോ കാലഘട്ടത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ ഓരോ സിനിമകളിലെയും നായക സങ്കല്പം, നമ്മുടെ തന്നെ നായക സങ്കല്പങ്ങൾ മാറി മാറി വരുന്നതായിട്ട് കാണാം. അപ്പൊ അതുപോലെ ഈ മഹാകാവ്യത്തിന് എന്തുണ്ട്? നായക സങ്കല്പമുണ്ട്, കൃത്യമായിട്ടുള്ള നായക സങ്കല്പമുണ്ട്. എങ്ങനെയുള്ള നായകനായിരിക്കണം? സദ്വംശത്തിൽ പിറന്നവനായിരിക്കണം. നായകൻ സദ്വംശത്തിൽ പിറന്നവനോ ക്ഷത്രിയനോ ആയിരിക്കണം. നായകനെ കുറിച്ചും കൃത്യമായിട്ടുള്ള സങ്കല്പങ്ങൾ മഹാകാവ്യത്തിലുണ്ട്. എന്തൊക്കെയാണത്? നായകൻ ദേവനോ ഒന്നെങ്കിൽ ദേവനായിരിക്കണം, ഇല്ലെങ്കിൽ സദ്വംശത്തിൽ ക്ഷത്രിയനോ ആയിരിക്കണം. നായകൻ ദേവനോ ഇല്ലെങ്കിൽ സദ്വംശത്തിൽ ക്ഷത്രിയനോ ആയിരിക്കണം. ഇനി അതുമാത്രം പോരാ, നായകൻ ദേവനോ സദ്വംശത്തിൽ ക്ഷത്രിയനോ മാത്രമായ മതിയോ? പോരാ. നായകൻ എന്തുണ്ടാവണം? ധീരോദാത്ത ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ധീരവും ഉദാത്തവുമായിട്ടുള്ള ഗുണങ്ങൾ ചേർന്നവനായിരിക്കണം നായകൻ. നായകൻ സദ്വംശത്തില് ക്ഷത്രിയനായിരിക്കണം, അല്ലെങ്കിൽ ദേവനായിരിക്കണം. എന്നാലും മതിയോ? പോരാ. പിന്നെന്തും കൂടി വേണം? ധീരോദാത്ത ഗുണങ്ങൾ ഉള്ളവനും കൂടി ആയിരിക്കണം ആര്? നായകൻ എന്ന് പറയുന്നത്. നായകൻ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിലോ? നായകന്മാര് ഉണ്ടെങ്കിൽ അത് ഒരേ ഒരു വംശത്തിൽ പിറന്ന ക്ഷത്രിയനായിരിക്കണം. ഒരേ ഒരു വംശത്തിൽ പിറന്ന ഉന്നതമായ ഒരേ ഒരു വംശത്തിൽ പിറന്ന ക്ഷത്രിയന്മാരായിരിക്കണം. ഒരുപാട് നായകന്മാരുണ്ടെങ്കിൽ, ഒന്നിലധികം നായകന്മാരുണ്ടെങ്കിൽ ഒരേ ഒരു വംശത്തിൽ പിറന്ന ഉന്നതമായ ഒരേ ഒരു വംശത്തിൽ പിറന്ന ക്ഷത്രിയന്മാര് ആയിരിക്കണം. മഹാകാവ്യത്തിലെ അങ്കിയായിട്ട് വരേണ്ട രസം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ശൃംഗാരം, ഇല്ലെങ്കിൽ വീരം, അതുമല്ലെങ്കിൽ ശാന്തം. ശാന്തം, വീരം, ശൃംഗാരം ഇവയിൽ ഏതെങ്കിലും ഒരു രസമായിരിക്കണം മഹാകാവ്യത്തിലെ അങ്കിയായിട്ട് വരേണ്ട രസം എന്ന് പറയുന്നത്. മഹാകാവ്യത്തിലെ കഥ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇതിഹാസത്തിൽ നിന്നെടുത്തതായിരിക്കണം, ഇല്ലെങ്കിൽ സജ്ജനത്തെ ആശ്രയിച്ചുള്ളതായിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു, കഥ ഇതിഹാസത്തിൽ നിന്നെടുത്തതോ സജ്ജനത്തെ ആശ്രയിച്ചുള്ളതോ ആകാം. അതുകൂടാതെ ധർമാർത്ഥ കാമ മോക്ഷം ഇവയിൽ ഏതെങ്കിലും ഒന്ന് കാവ്യലക്ഷ്യമായി പ്രതിപാദിക്കാം. ധർമാർത്ഥ കാമ മോക്ഷങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ കാവ്യലക്ഷ്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടാവണം. 4 പുരുഷാർത്ഥങ്ങൾ അല്ലെ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പൊ ഇങ്ങനെയുള്ള 4 പുരുഷാർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം കാവ്യലക്ഷ്യമായിട്ട് പ്രതിപാദിച്ചിരിക്കേണ്ടത്. ഇത്രയുമാണ് മഹാകാവ്യത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സർഗനിബന്ധമായിരിക്കണം, സർഗങ്ങൾ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ 8 സർഗത്തിൽ കുറയാതെ ഉണ്ടാവണം. നായകൻ ധീരോദാത്തനോ ഗുണവാനോ ആയിരിക്കണം, ധീരോദാത്ത ഗുണവാനായിരിക്കണം. അതേപോലെ തന്നെ നായകൻ ദേവനോ സത്വംശത്തിൽ ക്ഷത്രിയനോ ആയിരിക്കണം. ശൃംഗാരം, ശാന്തം, വീരം ഇതിൽ ഏതെങ്കിലും ഒരു രസം അങ്കിയായിട്ട് വരണം. കൂടാതെ 4 പുരുഷാർത്ഥങ്ങളിൽ ഏതെങ്കിലും ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെയുള്ള 4 പുരുഷാർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ലക്ഷീകരിച്ചിട്ടായിരിക്കണം പ്രതിപാദനം ഉണ്ടാവേണ്ടത്. അങ്കിയായിട്ട് വരുന്ന രസം ഏതായിരിക്കണം എന്ന് പറഞ്ഞു? ശാന്തം, ശൃംഗാരം അല്ലെങ്കിൽ വീരം. മഹാകാവ്യങ്ങളുടെ ലക്ഷണങ്ങൾ ഇത്രയുമാണ്. നമുക്ക് മലയാളത്തിലെ മഹാകാവ്യങ്ങളെ കുറിച്ച് പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തമിഴ് പഞ്ചമഹാകാവ്യങ്ങൾ ഏതൊക്കെയാണ് എന്നും സംസ്കൃത പഞ്ചമഹാകാവ്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തമിഴ് പഞ്ചമഹാകാവ്യങ്ങൾ. തമിഴ് പഞ്ചമഹാകാവ്യങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ചിലപ്പതികാരം, മണിമേഖല,
വളയാപതി, കുണ്ടലകേശി, ജീവക, ചിന്താമണി. ഏതൊക്കെയാണ്? ചിലപ്പതികാരം, മണിമേഖല, വളയാപതി, കുണ്ടലകേശി, ജീവക, ചിന്താമണി. ഒന്നും കൂടി പറയാം. ചിലപ്പതികാരം, മണിമേഖല, വളയാപതി, കുണ്ടലകേശി, ജീവക, ചിന്താമണി എന്നിവയാണ് തമിഴ് പഞ്ചമഹാകാവ്യങ്ങൾ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക. അടുത്തത് സംസ്കൃത പഞ്ചമഹാകാവ്യങ്ങൾ. ഏതൊക്കെയാണ് സംസ്കൃത പഞ്ചമഹാകാവ്യങ്ങൾ എന്നറിയപ്പെടുന്നത്? ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. രഘുവംശം, കുമാരസംഭവം, ശിശുപാലവധം. രഘുവംശം, കുമാരസംഭവം, ശിശുപാലവധം, കിരാതാർജുനീയം, നൈഷധീയ ചരിതം. രഘുവംശം, കുമാരസംഭവം ആരെഴുതി? കാളിദാസന്റേതാണ് അല്ലെ. അതേപോലെ തന്നെ ശിശുപാലവധം ആരെഴുതി? മാഖന്റെ ശിശുപാലവധം. രഘുവംശം, കുമാരസംഭവം ഇതാരാണ് രചിച്ചത്? രഘുവംശവും കുമാരസംഭവവും കാളിദാസൻ, ശിശുപാലവധം മാഖൻ, കിരാതാർജുനീയം ഭാരവി, നൈഷധീയ ചരിതം ഹർഷൻ. അപ്പം സംസ്കൃത പഞ്ചമഹാകാവ്യങ്ങൾ എന്ന് പറയുന്നത് രഘുവംശം, കുമാരസംഭവം കാളിദാസൻ, ശിശുപാലവധം മാഖൻ, കിരാതാർജുനീയം ഭാരവി, നൈഷധീയ ചരിതം ഹർഷൻ. 5 സംസ്കൃത മഹാകാവ്യങ്ങളും 5 തമിഴ് മഹാകാവ്യങ്ങളും നിങ്ങൾ ഏറ്റവും നന്നായിട്ട് തന്നെ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. പഞ്ചമഹാകാവ്യങ്ങൾ ഏതൊക്കെയാണ്, തമിഴ് പഞ്ചമഹാകാവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക, അല്ലെങ്കിൽ സംസ്കൃത പഞ്ചമഹാകാവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക എന്നിങ്ങനെയുള്ള ചോദ്യങ്ങള് നെറ്റ് പരീക്ഷയ്ക്കും ഒക്കെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പഞ്ചമഹാകാവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അതിന്റെ പേരുകള് കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ഒരു സംശയവും ഇല്ലാതെ തന്നെ പഠിച്ചു വെക്കുക. പരസ്പരം മാറിപ്പോവാതെ തമിഴ് പഞ്ചമഹാകാവ്യങ്ങളും സംസ്കൃത പഞ്ചമഹാകാവ്യങ്ങളും മാറിപ്പോവാതെ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. തമിഴ് പഞ്ചമഹാകാവ്യങ്ങളും നമ്മൾ പഠിച്ചു, സംസ്കൃത പഞ്ചമഹാകാവ്യങ്ങളുടെ പേരുകളും പഠിച്ചു. ഇനി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മഹാകാവ്യങ്ങളെ കുറിച്ച് ഒന്ന് നോക്കണമല്ലോ. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സംസ്കൃത മഹാകാവ്യങ്ങൾ, അത് ഒന്നാമത് ഈ മലയാളത്തിൽ സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഒരു സാഹിത്യ പ്രസ്ഥാനമല്ല ഏതെന്ന് പറയുന്നത് മഹാകാവ്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. മറിച്ച് സംസ്കൃതത്തിൽ നിന്നും മലയാളം കടം കൊണ്ട ഒരു സാഹിത്യ പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് മഹാകാവ്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ആദ്യം കേരളത്തിൽ ആദ്യം ഉണ്ടായിട്ടുള്ളത് സംസ്കൃത മഹാകാവ്യങ്ങളാണ്. അതിനുശേഷമാണ് മലയാള മഹാകാവ്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പൊ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യ മഹാകാവ്യം എന്ന് പറയുന്നത് സുകുമാര കവിയുടെ ശ്രീകൃഷ്ണ വിലാസമാണ്. ഏതാണ്? സുകുമാര കവിയുടെ ശ്രീകൃഷ്ണ വിലാസം. ഈ ശ്രീകൃഷ്ണ വിലാസം അപ്പൊ ഏത് ഭാഷയിലായിരിക്കും എഴുതപ്പെട്ടത്? സംസ്കൃതത്തിൽ. അപ്പൊ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട, കേരളത്തില് ആദ്യമായിട്ട് എഴുതപ്പെട്ട ഒരു മഹാകാവ്യം എന്ന് പറയുന്നത് സുകുമാര കവിയുടെ ശ്രീകൃഷ്ണ വിലാസമാണ്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ മഹാകാവ്യം എന്ന് പറയുന്നത് സുകുമാര കവിയുടെ ശ്രീകൃഷ്ണ വിലാസമാണ്. അത് ഏതു ഭാഷയിലാണ്? സംസ്കൃതത്തിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പം അതുകൂടാതെ നമുക്ക് ഈ സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള 1-2 പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങൾ, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സംസ്കൃത മഹാകാവ്യങ്ങൾ 1-2 കൂടി നമുക്കൊന്ന് പ്രധാനപ്പെട്ട 1-2 കൂടി ഒന്ന് നോക്കാം. അതിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത് 1979 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സംസ്കൃത മഹാകാവ്യം ഏതാണ്? 1979 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സംസ്കൃത മഹാകാവ്യം. അതാരാണ് രചിച്ചിരിക്കുന്നത്? KN എഴുത്തച്ഛൻ. എന്താണ് ആ മഹാകാവ്യത്തിന്റെ പേര്? കേരളോദയം. എന്താണ്? കേരളോദയം. KN എഴുത്തച്ഛൻ 1979 രചിച്ച സംസ്കൃത മഹാകാവ്യമാണ് കേരളോദയം. KN എഴുത്തച്ഛൻ 1979 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സംസ്കൃത മഹാകാവ്യമാണ് KN എഴുത്തച്ഛന്റെ കേരളോദയം. അപ്പൊ ഇതിലെ പ്രതിപാദ്യം എന്താണ്? കേരള ഉൽപ്പത്തി മുതൽ 1957 വരെയുള്ള EMS മന്ത്രിസഭ, 1957 വരെയുള്ള EMS മന്ത്രിസഭ വരെയുള്ള കാലമാണ് ഇതില് പ്രതിപാദിക്കുന്നത്. അത്രയും കാര്യങ്ങളാണ്
കേരളോദയം എന്ന് പറയുന്ന KN എഴുത്തച്ഛന്റെ സംസ്കൃത മഹാകാവ്യത്തിൽ പ്രതിപാദിക്കുന്നത്. ഓർത്തു വെക്കുക, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ സംസ്കൃത മഹാകാവ്യം ഏതാണ്? KN എഴുത്തച്ഛന്റെ കേരളോദയമാണ്. 1957 വരെയുള്ള EMS മന്ത്രിസഭ വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇനി 1-2 മഹാകാവ്യങ്ങളെ കുറിച്ച് കൂടി നോക്കാം. സംസ്കൃത മഹാകാവ്യങ്ങള്. വിശാഖ വിജയം. ആരാണ് വിശാഖ വിജയം എന്ന് പറയുന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയിരിക്കുന്നത്? കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. കേരളവർമ്മ വലിയകോയി തമ്പുരാന്റെ സംസ്കൃത മഹാകാവ്യമാണ് ഏതെന്ന് പറയുന്നത്? വിശാഖ വിജയം. ആരാണ് വിശാഖ വിജയത്തെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്? CV വാസുദേവ ഭട്ടതിരി. CV വാസുദേവ ഭട്ടതിരിയാണ് മലയാളത്തിലേക്ക് വിശാഖ വിജയം എന്ന് പറയുന്ന കേരളവർമ്മ വലിയകോയി തമ്പുരാന്റെ സംസ്കൃത മഹാകാവ്യം വിവർത്തനം ചെയ്തിരിക്കുന്നത്. മറന്നു പോവരുത്, CV വാസുദേവ ഭട്ടതിരി കേരളവർമ്മ വലിയകോയി തമ്പുരാന്റെ വിശാഖ വിജയം എന്ന് പറയുന്ന സംസ്കൃത മഹാകാവ്യം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നു. അടുത്തൊരു മഹാകാവ്യം കൂടി നോക്കാം. ആംഗല സാമ്രാജ്യം. ആരാണ് ആംഗല സാമ്രാജ്യം എന്ന് പറയുന്ന സംസ്കൃത മഹാകാവ്യം രചിച്ചത്? AR രാജരാജവർമ്മ. AR രാജരാജവർമ്മയാണ് ആംഗല സാമ്രാജ്യം എന്ന് പറയുന്ന സംസ്കൃത മഹാകാവ്യം രചിച്ചിരിക്കുന്നത്. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? KC കേശവപിള്ള. KC കേശവപിള്ളയാണ് മലയാളത്തിലേക്ക് ആംഗല സാമ്രാജ്യം എന്ന് പറയുന്ന ARന്റെ സംസ്കൃത മഹാകാവ്യം വിവർത്തനം ചെയ്തിരിക്കുന്നത്. നമ്മള് സംസ്കൃത മഹാകാവ്യങ്ങളെ കുറിച്ച്, പ്രധാനപ്പെട്ട സംസ്കൃത മഹാകാവ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. എന്നാൽ ഇത് മാത്രം മതിയോ? മലയാളത്തിൽ വിശാലമായിട്ട് മഹാകാവ്യങ്ങൾ അങ്ങനെ കിടക്കുകയാണ് നമുക്ക് പഠിക്കാൻ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് മഹാകാവ്യങ്ങളെ ഓരോന്നായിട്ട് പരിചയപ്പെട്ട് പഠിച്ചു പോവാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇനി നമ്മള് പഠിക്കുന്നത് ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായിട്ടുള്ള രാമചന്ദ്ര വിലാസത്തെ കുറിച്ചാണ്. ഏതാണ്? രാമചന്ദ്ര വിലാസം. ആരാണ് രാമചന്ദ്ര വിലാസം എഴുതിയിരിക്കുന്നത്? അഴകത്ത് പത്മനാഭക്കുറുപ്പ്. അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ രാമചന്ദ്ര വിലാസമാണ് ആദ്യത്തെ ഏതെന്ന് പറയുന്നത്? മഹാകാവ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു മുമ്പ് പരാമർശിക്കാൻ വിട്ടുപോയ ഒരു പേരാണ് ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം എന്ന് പറയുന്ന കുഞ്ചൻ നമ്പ്യാരുടെ മഹാകാവ്യം. മലയാളത്തിലെ മഹാകാവ്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് കുഞ്ചൻ നമ്പ്യാരുടെ ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളമാണ് എന്ന് പറയപ്പെടുന്നു. സാഹിത്യ പഞ്ചാനനം പറഞ്ഞിരിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം കൃഷ്ണഗാഥയാണ്. അല്ലെ? സാഹിത്യ പഞ്ചാനൻ PK നാരായണപിള്ള പറഞ്ഞിരിക്കുന്നു മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്ന് പറയുന്നത് കൃഷ്ണഗാഥയാണ്. ഇത് രണ്ടും ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് വീണ്ടും രാമചന്ദ്ര വിലാസത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അഴകത്ത് പത്മനാഭക്കുറുപ്പ്. വർഷം ഏതാണ്? 1904. അപ്പൊ ചില പുസ്തകങ്ങളിലെ 1904 എന്നുണ്ട്, ചില പുസ്തകങ്ങളിലെ 1907 എന്നും കൊടുത്തിട്ടുണ്ട്. രാമചന്ദ്ര വിലാസത്തിന്റെ കാലം 1904 എന്നും കൊടുത്തിട്ടുണ്ട്, 1907 എന്നും കൊടുത്ത് കാണുന്നുണ്ട്. അപ്പൊ ഇത് പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ്? മലയാളി മാസിക. ഏതാണ്? മലയാളി മാസിക. ഈ മലയാളി മാസികയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾക്ക് വിമർശന സാഹിത്യമൊക്കെ പഠിക്കുമ്പോ ആദ്യകാല പത്രങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. വളരെ വിശദമായിട്ട് ആദ്യകാല പത്രങ്ങളെ കുറിച്ചും പത്രാധിപരെ കുറിച്ചും ആ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച കൃതികളെ കുറിച്ചും ആ പത്രങ്ങളുടെ മറ്റു പ്രത്യേകതകളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഞങ്ങൾ അധ്യാപകര് ആരെങ്കിലുമൊക്കെ ആയിട്ട് പഠിപ്പിച്ചു തരും. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതാണ്? മലയാളി എന്ന് പറയുന്ന ഒരു മാസികയെ കുറിച്ചാണ് അല്ലെ? മലയാളി. എന്താണ് മലയാളി എന്ന് പറയുന്ന പത്രത്തിന്റെ പ്രത്യേകത? മലയാളി മാസികയുടെ പ്രത്യേകത എന്താണ്? ഇത് മലയാളി മെമ്മോറിയലിന്റെ ഭാഗമായിട്ട് വന്നതാണ്. മലയാളി മെമ്മോറിയൽ അപ്പം ഏതാണ് വർഷം? 1891 ജനുവരി 1 മലയാളി മെമ്മോറിയലിന്റെ വർഷം എന്ന് പറയുന്നത്. 1891 മലയാളി മെമ്മോറിയല്. 1886 മലയാളി എന്ന് പറയുന്ന ഈ ഒരു മാസിക പുറത്തു വരുന്നത്.
എന്താണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്? ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് ഉയർന്ന ഉദ്യോഗങ്ങളില് മലയാളികൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന് സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് ഏതെന്ന് പറയുന്നത്? മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഏതാണ് ഇതിന്റെ വർഷം? 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്ന് പറയുന്നത്. ഈ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് എപ്പോഴും ആവർത്തിക്കുന്ന, നമ്മളെ എപ്പോഴും കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ചോദ്യമാണ്, ആരാണ് മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പിട്ടത്? അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം, ആരാണ് മലയാളി മെമ്മോറിയലിൽ രണ്ടാമതായി ഒപ്പുവെച്ചത്? അതുമല്ലെങ്കിൽ ആരാണ് മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ചത്? ആരാണ് മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ചത്? KP ശങ്കരമേനോനാണ് ആദ്യമായിട്ട് മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത്. രണ്ടാമത്തെ ഒപ്പ് എന്ന് പറയുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ആരാണ് രണ്ടാമതായി ഒപ്പുവെച്ചത്? ബാരിസ്റ്റർ GP പിള്ളയാണ്. മൂന്നാമതായി മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത്. മലയാളിയിലെ ദമനൻ എന്ന പേരിൽ സാഹിത്യ പഞ്ചാനകൻ PK നാരായണ പിള്ള ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. മലയാളിയിലെ ദമനൻ എന്ന പേരില് സാഹിത്യ പഞ്ചാനകൻ PK നാരായണ പിള്ള ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. മലയാളിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. 1904 മലയാളിയിലെ പ്രസിദ്ധീകരിച്ച മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമാണ് രാമചന്ദ്രവിലാസം. എഴുതിയത് അഴകത്ത് പത്മനാഭക്കുറുപ്പ്. ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? AR രാജരാജവർമ്മ. AR ആണ് രാമചന്ദ്രവിലാസത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. ഈ രാമചന്ദ്രവിലാസത്തിലെ പരാമർശം എന്താണ്? പ്രതിപാദ്യ വിഷയം എന്താണ്? നമ്മൾ ലക്ഷണങ്ങൾ പറയുമ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അല്ലെ? നായകൻ എങ്ങനെയുള്ളതായിരിക്കണം? സദ്വംശത്തിൽ ക്ഷത്രിയനോ ഇല്ലെങ്കിൽ ദേവനോ ആയിരിക്കണം. അതുകൂടാതെ ഇതിഹാസ പുരാണങ്ങളിൽ നിന്ന് എടുത്ത കഥകളായിരിക്കണം, അല്ലെങ്കിൽ സജ്ജനങ്ങളെ ആശ്രയിച്ചുള്ളതായിരിക്കണം. അപ്പൊ ഇവിടെ രാമചന്ദ്രവിലാസം ഇതിനനുസരിച്ച് ഏത് വിഷയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ശ്രീരാമ കഥയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ഏറ്റവും ഉത്തമനായിട്ടുള്ള പുരുഷനായി പറയുന്ന ശ്രീരാമന്റെ കഥയാണ് രാമചന്ദ്രവിലാസത്തിൽ പരാമർശിക്കുന്നത്. ഇതിന് 21 സർഗങ്ങളാണുള്ളത്. എത്ര സർഗങ്ങള്? 21 സർഗങ്ങളുള്ള മഹാകാവ്യമാണ് രാമചന്ദ്രവിലാസം. 20-ാം സർഗം ചിത്രസർഗമാണ്. 20-ാം സർഗം ചിത്രസർഗമാണ്. രാമചന്ദ്രവിലാസം അവതാരിക AR, 1904 എഴുതിയിരിക്കുന്നത് അഴകത്ത് പത്മനാഭക്കുറുപ്പ്. അതുപോലെ തന്നെ ശ്രീരാമ കഥ പരാമർശിക്കുന്നു. 21 സർഗം, 20-ാം സർഗം ചിത്രസർഗം. ഇനി രാമചന്ദ്രവിലാസത്തെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം, ലീലാവതി പറഞ്ഞ ഒരു അഭിപ്രായം കൂടി നമുക്കൊന്ന് നോക്കാം. രാമചന്ദ്രവിലാസം യമക സർഗം, ചിത്രസർഗം മുതലായ കിടങ്ങുകളും മുൾക്കാടുകളും കൊണ്ട് ദുസ്തരമാക്കപ്പെട്ട കോട്ടയാണ്. രാമചന്ദ്രവിലാസത്തെ കുറിച്ചിട്ട് ലീലാവതി പറഞ്ഞ അഭിപ്രായമാണ്, രാമചന്ദ്രവിലാസം എന്ന് പറയുന്നത് ചിത്രസർഗം, യമക സർഗം എന്നീ കിടങ്ങുകളും മുൾക്കാടുകളും കൊണ്ട് ദുസ്തരമാക്കപ്പെട്ട ഒരു കോട്ടയാണ്. ഏതിലാണ് പറഞ്ഞിരിക്കുന്നത്? ലീലാവതി മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓർത്തു വെക്കുക, ഇതും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് പലപ്പോഴും ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒന്നാണ് ലീലാവതിയുടെ മഹാകാവ്യത്തെ രാമചന്ദ്രവിലാസത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. രാമചന്ദ്രവിലാസം യമക സർഗം, ചിത്രസർഗം എന്നീ കിടങ്ങുകളും മുൾക്കാടുകളും കൊണ്ട് ദുസ്തരമാക്കപ്പെട്ട കോട്ടയാണ്. ആര് പറഞ്ഞു? ലീലാവതി. അപ്പൊ രാമചന്ദ്രവിലാസത്തെ കുറിച്ച് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ മഹാകാവ്യമായിട്ടുള്ള രുക്മാംഗ ചരിതത്തെ കുറിച്ച് പഠിക്കാം. രുക്മാംഗത ചരിതം. ആരാണ് രുക്മാംഗത ചരിതം എഴുതിയിരിക്കുന്നത്? പന്തളം കേരളവർമ്മ. പന്തളം കേരളവർമ്മയാണ് രുക്മാംഗത ചരിതം എന്ന് പറയുന്ന മഹാകാവ്യം രചിച്ചിരിക്കുന്നത്. ഏതാണ് വർഷം? 1912. 1912 പന്തളം കേരളവർമ്മ രുക്മാംഗത ചരിതം എന്ന് പറയുന്ന മഹാകാവ്യം രചിച്ചത്. ഏതിലാണ് ഇത് പ്രസിദ്ധീകരിച്ചു വന്നത്? കവന കൗമുദി. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മള്
മഹാകാവ്യങ്ങൾ പഠിക്കുന്നു, മഹാകാവ്യങ്ങൾ എഴുതിയതാരാണെന്ന് പഠിക്കുന്നു, വർഷം പഠിക്കുന്നു, അതുപോലെ തന്നെ മഹാകാവ്യം പ്രസിദ്ധീകരിച്ച മാസികകൾ പഠിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുന്ന കാര്യങ്ങൾ ഉറപ്പിച്ച് തന്നെ പഠിക്കുക. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ച രാമചന്ദ്ര വിലാസം മലയാളിയിലാണ് പ്രസിദ്ധീകരിച്ചത്. 1912 കവന കൗമുദിയിലാണ് രുക്മാംഗത ചരിതം എന്ന് പറയുന്ന പന്തളം കേരളവർമ്മയുടെ മഹാകാവ്യം പ്രസിദ്ധീകരിച്ചത്. 1912 മഹാകാവ്യം ആരുടേത്? രുക്മാംഗത ചരിതം കവന കൗമുദിയിൽ പ്രസിദ്ധീകരിച്ചു. കവന കൗമുദി പന്തളം കേരളവർമ്മയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ച പത്രമാണ്. പന്തളം കേരളവർമ്മയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ചതാണ് കവന കൗമുദി. അതിലാണ് 1912 രുക്മാംഗത ചരിതം എന്ന് പറയുന്ന മഹാകാവ്യം പ്രസിദ്ധീകരിക്കുന്നത്. ഇതിന് എത്ര സർഗങ്ങളുണ്ട്? 19 സർഗങ്ങൾ. 19 സർഗങ്ങളുള്ള മഹാകാവ്യമാണ് രുക്മാംഗത ചരിതം എന്ന് പറയുന്നത്. രാമചന്ദ്ര വിലാസത്തിൽ എത്ര സർഗങ്ങൾ ഉണ്ടായിരുന്നു? 21. 20ാം സർഗം ചിത്രസർഗം. ആ 20ാം സർഗം രാമചന്ദ്ര വിലാസത്തിലെ 20ാം സർഗം എന്താണെന്ന് ചോദിച്ചിട്ട് മുമ്പ് ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് 19 സർഗമാണ് രുക്മാംഗത ചരിതത്തിന് ഉള്ളത്. 19 സർഗം. രാമചന്ദ്ര വിലാസത്തിനോ 21 സർഗം. 21 സർഗം. രാമചന്ദ്ര വിലാസത്തിന് അവതാരിക എഴുതിയത് ആരായിരുന്നു? രാമചന്ദ്ര വിലാസത്തിന് ആരായിരുന്നു അവതാരിക എഴുതിയത്? AR രാജരാജവർമ്മ. രുക്മാംഗത ചരിതത്തിന് അവതാരിക എഴുതിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് രുക്മാംഗത ചരിതത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. ഇതില് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഏകാദശി മഹാത്മ്യം. ഏകാദശി മഹാത്മ്യമാണ് രുക്മാംഗത ചരിതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. ഈ രുക്മാംഗത ചരിതം മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഏതാണത്? കേരളമാഘം. കേരളമാഘം എന്നറിയപ്പെടുന്ന മഹാകാവ്യം ഏതാണ്? രുക്മാംഗത ചരിതം. ശിശുപാലവധം, മാഘം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ശിശുപാലവധം നമ്മള് സംസ്കൃത പഞ്ചമഹാകാവ്യങ്ങളെ കുറിച്ച് പഠിച്ചപ്പോ മനസ്സിലാക്കിയിട്ടുണ്ട്. പേര് അതും ഓർമ്മിച്ചു വെക്കണം. അപ്പൊ കേരളമാഘം എന്നറിയപ്പെടുന്നത് ഏകാദശി മഹാത്മ്യം പ്രതിപാദിക്കുന്നത് 19 സർഗങ്ങൾ ഉള്ളത് 1912 കവന കൗമുദിയിൽ പ്രസിദ്ധീകരിച്ചത് കേരളവർമ്മ അവതാരിക എഴുതിയത് എന്ന് തുടങ്ങിയ വിവരങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്? രുക്മാംഗത ചരിതമാണ്. ഇതൊക്കെ രുക്മാംഗത ചരിതം എന്ന മഹാകാവ്യത്തെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. അപ്പൊ ഇത് നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക, ഓർത്ത് വെക്കുക. ഇനി രുക്മാംഗത ചരിതത്തെ കുറിച്ച് PK നാരായണ പിള്ള പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായവും കൂടി നമുക്കൊന്ന് നോക്കാം. മലയാള മഹാകാവ്യത്തിന് ഈടുറ്റ ഒരു സമ്പത്ത് ലഭിക്കുവാനിടയായത്, മലയാള മഹാകാവ്യത്തിന് ഈടുറ്റ ഒരു സമ്പത്ത് ലഭിക്കുവാനിടയായത് പന്തളത്തിന്റെ രുക്മാംഗത ചരിതം നിർമ്മിതിയോടുകൂടിയാണ്. പന്തളത്തിന്റെ രുക്മാംഗത ചരിതം നിർമ്മിതിയോടുകൂടിയാണ് മലയാളത്തിന് ഈടുറ്റ ഒരു സമ്പത്ത്, മലയാള മഹാകാവ്യത്തിന് ഈടുറ്റ ഒരു സമ്പത്ത് ലഭിക്കുവാൻ ഇടയായത് എന്നുള്ള അഭിപ്രായം ആരാണ് പറഞ്ഞത്? PK നാരായണ പിള്ള. ഓർത്തു വെക്കുക, പരീക്ഷയ്ക്ക് ഈ അഭിപ്രായവും എന്തായിട്ട് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. മലയാള മഹാകാവ്യത്തിന് ഈടുറ്റ സമ്പത്ത് ലഭിക്കുവാനിടയായത് പന്തളത്തിന്റെ രുക്മാംഗത ചരിത നിർമ്മിതിയോടുകൂടിയാണ്. ആരുടെ അഭിപ്രായം? PK നാരായണ പിള്ളയുടെ അഭിപ്രായം. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചു വെച്ചതെന്ന് ഒന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്താണ് പറഞ്ഞു തുടങ്ങിയത്? ലീലാവതിയുടെ മഹാകാവ്യത്തെ കുറിച്ചുള്ള അഭിപ്രായത്തെ കുറിച്ചിട്ട്, മഹാകാവ്യത്തെ കുറിച്ച് പറഞ്ഞ ഒരു അഭിപ്രായത്തിൽ നിന്ന് നമ്മൾ തുടങ്ങി. അതിനുശേഷം മഹാകാവ്യത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം മഹാകാവ്യ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? സർഗനിബന്ധം, നായകൻ ദേവനോ സദ്വംശത്തിൽ ക്ഷത്രിയനോ ആയിരിക്കണം, അതുപോലെ തന്നെ അങ്കിയായിട്ട് ശാന്തമോ വീരമോ, അതുപോലെ തന്നെ ശൃംഗാരം ഏതെങ്കിലും രസമായിരിക്കണം. പിന്നെ അതുകൂടാതെ നമ്മൾ എന്തും കൂടി പറഞ്ഞു? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം, ഇതിൽ ഏതെങ്കിലും ഒരു പുരുഷാർത്ഥത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം ലക്ഷ്യമായിട്ട് ഉണ്ടാവേണ്ടത്, പ്രതിപാദന ലക്ഷ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടത്. കൂടാതെ നമ്മൾ എന്തും കൂടി പറഞ്ഞിട്ടുണ്ട്? 8 കുറയാത്ത സർഗങ്ങൾ ഉണ്ടായിരിക്കണം തുടങ്ങിയ മഹാകാവ്യ ലക്ഷണങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? തമിഴ് പഞ്ചമഹാകാവ്യത്തെ കുറിച്ചും സംസ്കൃത പഞ്ചമഹാകാവ്യത്തിന്റെ പേരുകളും മനസ്സിലാക്കി. തമിഴ് പഞ്ചമഹാകാവ്യങ്ങൾ ഏതൊക്കെയായിരുന്നു?
ചിലപ്പതികാരം, മണിമേഖല, വളയാപതി, കുണ്ടലകേശി, ജീവക, ചിന്താമണി. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? സംസ്കൃത പഞ്ചമഹാകാവ്യങ്ങൾ: രഘുവംശം, കുമാരസംഭവം, ശിശുപാലവധം, കിരാതാർജുനീയം, നൈഷധീയ ചരിതം. പിന്നീട് നമ്മൾ കേരളത്തിലുണ്ടായിട്ടുള്ള സംസ്കൃത മഹാകാവ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഏതാണ് ആദ്യത്തെ സംസ്കൃത മഹാകാവ്യം എന്ന് പറയുന്നത്? സുകുമാര കവിയുടെ ശ്രീകൃഷ്ണ വിലാസം. പിന്നീട് നമ്മൾ കൃഷ്ണഗാഥയാണ് ആദ്യത്തെ മഹാകാവ്യം എന്ന് സാഹിത്യ പഞ്ചാനൻ പറഞ്ഞ അഭിപ്രായത്തെ കുറിച്ച് ഓർത്തു അല്ലെ? അഭിപ്രായത്തെ മനസ്സിലാക്കി. നമ്മള് വിശദമായി തന്നെ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായിട്ടുള്ള രാമചന്ദ്ര വിലാസത്തെ കുറിച്ച് പിന്നീട് മനസ്സിലാക്കി. 1904 അഴകത്ത് പത്മനാഭക്കുറുപ്പ് മലയാളിയില് പ്രസിദ്ധീകരിച്ച മഹാകാവ്യം രാമചന്ദ്ര വിലാസം. അതിന് 21 സർഗങ്ങള്, 20ാം സർഗം ചിത്രസർഗം, അതുകൂടാതെ ലീലാവതിയുടെ ഒരു അഭിപ്രായവും കൂടി പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ച ഏതാണ്? രുക്മാംഗത ചരിതം. രുക്മാംഗത ചരിതം 1912 കേരളവർമ്മ അവതാരിക എഴുതി കവനകൗമുദിയിൽ പ്രസിദ്ധീകരിച്ചു. 19 സർഗം ഏകാദശി കൃത മഹാത്മ്യത്തെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഇതിന് 19 സർഗം എന്ന് പറഞ്ഞു. പി.കെ. നാരായണപിള്ളയുടെ ഒരു അഭിപ്രായം കൂടി പഠിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ മഹാകാവ്യത്തെ കുറിച്ച് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്, പഠിച്ചത്. പഠിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് വായിക്കുകയോ അല്ലെങ്കിൽ വീഡിയോ വീണ്ടും ആവർത്തിച്ച് കേൾക്കുകയോ ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ ഉറപ്പിച്ച് തന്നെ പഠിച്ചു പോവുക. നിങ്ങൾക്ക് മഹാകാവ്യങ്ങളെ കുറിച്ചുള്ള ഏത് ചോദ്യം വന്നാലും ഏറ്റവും നന്നായി തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇനി മറ്റു മഹാകാവ്യങ്ങളെ കൂടി നമുക്ക് നന്നായി തന്നെ പഠിച്ചു പോവാം. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ പഠിക്കാൻ കഴിയട്ടെ, ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കാൻ കഴിയട്ടെ, സന്തോഷമായിട്ടിരിക്കാൻ കഴിയട്ടെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇനിയും മഹാകാവ്യത്തെ കുറിച്ച് വിശദമായി തന്നെ പഠിക്കാൻ വേണ്ടി കാണാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.